ശ്രീമദ് ഭാഗവതം ക്ലാസ് 53. നമ്മളിന്ന് മൂന്നാമത്തെ സ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായമായിട്ട് കപിലാവതാരമാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നിൽ എന്താണ് പറയുന്നത് നോക്കാം. മൈത്രേയനാണ് പറയുന്നത്. ഇപ്രകാരം മനോവൃത്തിയെക്കുറിച്ചും മനുപുത്രിയുടെ സംസാരം കേട്ട് കർദഭമുനി പറഞ്ഞു. മനോവൃത്തിയെക്കുറിച്ച്, അതായത് കർദഭമുനി എന്ത് ചെയ്യാൻ പോവുകയാണ്? സന്യസിക്കാൻ പോവുകയാണ്. അപ്പോൾ അവൾ ഒറ്റക്കായി. അപ്പോൾ അവളുടെ പ്രയാസങ്ങൾ, ഇനിയുള്ള ജീവിതത്തെ പറ്റിയെല്ലാം പറയുകയാണ്. അത് കേട്ടപ്പോൾ, കാരണം പ്രയാസമുണ്ടാവുമല്ലോ, പെട്ടെന്ന് വിട്ടെറിഞ്ഞ് പോകുമ്പോൾ പിന്നെ ഒറ്റക്കായി എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് ആ ജീവിതം എങ്ങനെ തരണം ചെയ്യണം, അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. 2 പറയുകയാണ്, അല്ലയോ രജപുത്രി, ധീരയായവളാണ് അവൾ. അതുകൊണ്ട് എന്ത് വേണം? ഇങ്ങനെ വിഷമിക്കരുത്. ധീരയായ സ്ത്രീകൾ അതിനുള്ള എല്ലാ പ്രശ്നങ്ങളെയും ധീരമായി നേരിടേണ്ടവളാണ്. അതുകൊണ്ട് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹേ സൗഭാഗ്യവതി, നീ സൗഭാഗ്യവതിയാണ്. എന്തുകൊണ്ട്? നാശരഹിതനായ ശ്രീ വിഷ്ണു ഭഗവാൻ താമസിയാതെ ഭവതിയുടെ ഗർഭത്തെ സംപ്രാപിക്കുന്നതാണ്. വിഷ്ണു തന്നെ അവളിലൂടെ അവതരിക്കാൻ പോവുകയാണ്, ഗർഭത്തിലൂടെ. പിന്നെ അങ്ങനെ ഒരു കക്ഷി വരുമ്പോൾ, വിഷ്ണു തന്നെ കൊച്ചായിട്ട് വരുമ്പോൾ പിന്നെ ആ സൗഭാഗ്യവതിയും കൂടിയാണ്. എന്നിട്ട് 3 പറയാണ്, വ്രതം അനുഷ്ഠിച്ച ഭവതിയിൽ വ്രതമനുഷ്ഠിച്ച ഭവതിക്ക് നന്മ വരും. ഭവതിയിലല്ല, ഭവതിക്ക് നന്മ വരും. അത് എനിക്ക് നല്ലതേ വരികയുള്ളൂ. അതിനായി എന്ത് വേണം? ഇന്ദ്രിയ നിഗ്രഹത്തോടെ ഈശ്വരനെ ധ്യാനിക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം നമ്മൾ നിയന്ത്രിക്കണം, വിചാരങ്ങളെയെല്ലാം നിയന്ത്രിക്കണം. അല്ലാതെ അതിൻ്റെ അടിമയായി കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് എവിടെയെല്ലോ പോകും. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ നയിക്കുന്ന ഒരു ശക്തി നമ്മളെ എവിടെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ആയത് തന്നെ ആ ശക്തിയാണ്. നമ്മളെ നയിക്കുന്നത് ഉള്ളിൽ നിന്നുകൊണ്ട് ആ ശക്തിയാണ്. പക്ഷെ മായയിലൂടെ നമുക്കത് മനസ്സിലാകുന്നില്ല. മായയിലൂടെ ഞാനെന്നൊരു ചിന്ത ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഞാനാണ് എല്ലാം, ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകുക. പക്ഷേ ഈ നയിക്കുന്ന കക്ഷിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈശ്വരനെ ധ്യാനിക്കുന്നത്. ഈശ്വരൻ എന്നൊരു ശക്തിയുണ്ട്, അതാണ് നമ്മളെ നയിക്കുന്നത്. അതിന് പിന്നെ നമ്മൾ ഒന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അമ്പലത്തോടും പോകില്ല, എവിടെയും പോകില്ല. കാരണം അതാണ്, ഈശ്വരനാണ് നമ്മളെ നയിക്കുന്നത്. പിന്നെ നമ്മൾ ഏത് അമ്പലത്തിൽ പോകാനാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ തന്നെ അതാണ് നയിച്ചു കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. എങ്ങനെയാണ് പോകേണ്ടത് ആ വഴിക്ക് അത് പോകും. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ശക്തിയെ വിചാരിച്ച ഒറ്റൊരു വിശ്വാസം മതി. അതാണ് എന്നെ കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോകുന്ന വഴി അത് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പ്ലെയിനിലിരിക്കുമ്പോൾ നമുക്ക് എവിടെ പോകണം? നമ്മൾ ഇരുന്ന് ആലോചിക്കും, ഇത് വഴിക്കാണ്, ഇങ്ങോട്ടാണ് പോകുന്നത്, തെക്കോട്ടാണ് പോകുന്ന വഴിക്കെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. നയിക്കുന്ന ആൾക്കറിയാം ഇതുപോലെ കൊണ്ടുപോകാൻ. നമ്മളതിൻ്റെ അകത്ത് ഇരുന്നാൽ മതി. അതേപോലെ നമ്മളെ നയിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ ഇരുന്നാൽ മതി. അത് പോകുന്ന വഴിക്ക് അങ്ങ് പോയാൽ മതി. ഒരു ഇതിൻ്റെ അമ്പലത്തിൻ്റെ എവിടെയും ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. വേദങ്ങൾ ശരിക്കും മനസ്സിലാക്കിയവർക്ക് നല്ല ആത്മധൈര്യം ഉണ്ടാവും. കാരണം അതാണ് എന്നെ കൊണ്ടുപോകുന്ന നാട്ടിൽ ആ ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ പ്രശ്നങ്ങൾ തീർന്നു. ആ ചിന്തയില്ലെങ്കിലാണ് നമ്മൾ പാപികളായി മാറുന്നത്. 4 ഭവതിയാൽ ആരാധിതനായ ആ മൂർത്തി, ഭവതി ആരാധിച്ചിട്ടുണ്ട് ആ മൂർത്തി, എൻ്റെ കീർത്തി വളർത്തുന്ന വിധം. അപ്പം ആ കൊച്ച് എന്നിലോ ഈ ഭവതിയിലൂടെ ജനിക്കുമ്പോൾ ഇവൻ്റെ കൊച്ചായിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ഭഗവാന്റെ അംശമാണ് അതിലൂടെ കയറി വരുന്നത്.
ഒരു പ്രത്യേക തരത്തിലാണ് കേടി വരുന്നത്. സാധാരണ നമ്മളെ കൊച്ചുങ്ങൾ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ജനിതഘടന യോജിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം എന്ന് പറയുമ്പോൾ അതിലും ജനിതകമായ മാറ്റം വരുത്തിയിട്ട് ആണ് കൊണ്ടുവരുന്നത്. വെറും അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ള ജനിതക ഘടനയല്ല, ഭഗവാൻ അതിൽ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അതാണ് അവതാരമായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് ഓർക്കണം, ഇനിയും മനുഷ്യ സൃഷ്ടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഫലങ്ങളാണ്. ഇത് കഥ വെച്ചിട്ട് പറയുന്നതേ ഉള്ളൂ, ഫലങ്ങളായിട്ടേ ഉള്ളൂ. ഇനി ഉണ്ടാവുന്ന ഇവരുടെ 9 പെൺമക്കളുടെയും പിന്നെ ഈ ആൺകുട്ടിയും, ഇവരിലൂടെയാണ് ഇനി ഭാവി തലമുറ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അവര് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയായിട്ട് ഇവരെ കാണണം. പിന്നെ കഥയിൽ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെയെല്ലാം പറയും, നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാം പറയുക. അത് ആ അർത്ഥത്തിൽ മനസ്സിലായിക്കോണം. അപ്പം ആ മൂർത്തി എൻ്റെ കീർത്തി വർത്തിക്കുന്ന വിധം ഭവതിയുടെ വയറ്റിൽ പിറക്കും. അപ്പോൾ ഇവിടെ ചില സത്യങ്ങൾ പറയുന്നുണ്ട്. അത് അന്ന് ബലമാണെങ്കിലും ഈ പറയുന്ന സത്യമെല്ലാം നമുക്കും ബാധകമാണ്. നമ്മളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കഥാപാത്രമായി വരുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇത് കഥാപാത്രങ്ങളായിട്ട് നമ്മളുമായിട്ട് ബന്ധിപ്പിച്ച് പറയുന്നതാണ്. അപ്പം നമ്മളുമായിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും ജനിതഘടനയാണ് കൊച്ചിനെങ്കിലും ചില സന്ദർഭങ്ങളിൽ ആ ശക്തി അതിൽ മാറ്റം വരുത്തും. അതാണ് നമ്മളിത് മ്യൂട്ടേഷൻ എന്നെല്ലാം സയൻസിൽ പഠിക്കുന്നത്. വെറും അച്ഛൻ്റെയും അമ്മേൻ്റെയും ആയിരിക്കില്ല, അതിൽ മാറ്റങ്ങളുണ്ട്. അവൻ ബ്രഹ്മജ്ഞാനത്താൽ ഉപദേശകനായി, അവൻ ബ്രഹ്മജ്ഞാനത്താൽ അവനെല്ലാ ബ്രഹ്മജ്ഞാനവും അറിയുന്നവനായിരിക്കും. അവനെന്ത് ചെയ്യും? ഉപദേശിയായിരിക്കും. മനസ്സിലെ മായാബന്ധത്തെ വിച്ഛേദിക്കും. അവൻ വന്നു കഴിഞ്ഞാൽ നിന്റെ മനസ്സിലുള്ള ഈ മായ കൊണ്ടുള്ള എന്തെല്ലോ ബന്ധനങ്ങളുണ്ടല്ലോ, എൻ്റെ ഭർത്താവ് പോയല്ലോ, ഇങ്ങനെയുള്ള ബന്ധനമായ ഉണ്ടാക്കുന്ന ചിന്തകളെ എല്ലാം മാറ്റും. കാരണം ഇവിടെ ബന്ധനങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് സാധനം പൈസ കൊടുത്ത് വാങ്ങുന്നു, വരുന്നു. കടക്കാരനുമായിട്ട് നമുക്കെന്ത് ബന്ധം? ഇനി ഒരു ചെറിയ ബന്ധം മാനസികമായിട്ട് കാണാൻ നമ്മളെപ്പോൾ പോകുന്ന കടയിൽ. അതിൽ കവിഞ്ഞ് യഥാർത്ഥത്തിൽ അത്രയേ ഉള്ളൂ. ഇവിടെ ദാമ്പത്യം എന്ന് പറയുന്നതും ആധുനിക മാനേജ്മെന്റ് രാഷ്ട്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും അതൊരു എഗ്രിമെൻ്റാണ്. ഒന്നിച്ച് താമസിക്കാം എന്നുള്ളൊരു എഗ്രിമെൻ്റാണ്. അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ അത് പിരിഞ്ഞു പോകുമ്പോൾ, ആവശ്യം കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുമ്പോൾ പ്രകൃതിയാണ് അത് തീരുമാനിക്കുന്നത്. നമ്മളങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ എത്ര ഫ്രണ്ട്സ് നമുക്കുണ്ട്. 1ാം ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കില്ല 2ലെത്തുമ്പോൾ. അങ്ങനെ ഓരോ കാലത്തും നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ്. നമുക്ക് പിരിയുമ്പോൾ വിഷമെല്ലാം ഉണ്ടാവും. ഒരു സ്കൂൾ വിട്ട് അടുത്തേക്ക് പോകുമ്പോൾ അതുമാതിരി തന്നെയുള്ളൂ ദാമ്പത്യത്തിന്. അല്ലാതെ അതിൽ വേറെ കാര്യമൊന്നുമില്ല. കാലമാണ് തീരുമാനിക്കുന്ന അതുകൊണ്ടാണ് വിവാഹമോചനങ്ങളെല്ലാം ഉണ്ടാകുന്നത്. കാരണം കാലത്തിന് വേറൊരു കുട്ടി വേണം, വേറൊരാളുടെ ഒരു കുട്ടി വേണം. അതുകൊണ്ട് ഇത് മുറിച്ചിട്ട് വേറെ ആളുമായിട്ട് ചിലപ്പോൾ വിവാഹമോചനം ഉണ്ടാവും, വേറെയായിട്ട് കൂടിച്ചേരും. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള കുട്ടികളുണ്ടാകും. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കും, ഈ ജീവിതത്തിന് ഒരർത്ഥമില്ല, മായയാണ്. ഇതെല്ലാം സിമ്പിളായിട്ട് കാണുക. ഇതിലൊന്നും അതെല്ലാം ആരും ഉപദേശിച്ചു തരും? ഈ വരുന്ന കുട്ടി ഉപദേശിച്ചു തരും. ഇത്രയല്ലേ ഉള്ളൂ ജീവിതം. ഇതെല്ലാം അനാവശ്യമായ ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളെ പറ്റിയൊന്നും നമ്മൾ മറക്കണം. ബന്ധങ്ങളിൽ വീണു പോകരുത്. ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും ബന്ധങ്ങളിൽ വീണു പോകരുത്. കാരണം നമ്മൾ പോകുന്ന വഴിയിൽ മക്കൾക്കേതായ വഴിയുണ്ട്. ഒരു ബസ് സ്റ്റാൻഡിലെത്തിയാൽ കുറേ ബസ്സുകളുണ്ടാകും. ഡ്രൈവർമാരെല്ലാം ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലായിരിക്കും. സമയത്തുമ്പോൾ എനിക്കിപ്പോൾ പോകണം, ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ ബസ് എടുത്ത് ഒരുത്ത വടക്കോട്ടേക്ക് പോകും, ഒരുത്ത തെക്കോട്ടേക്ക് പോകും. ഈ ബന്ധങ്ങൾക്ക് ഇത്രയേ കാര്യമുള്ളൂ. ഇതെല്ലാം ആരും ഉപദേശിച്ചു തരും? ഈ വരുന്ന കുട്ടി ഉപദേശിച്ചു തരും. ഇത് നമ്മളോടാണ് ഉപദേശിക്കുന്നത്. കഥയിലൂടെ പറയുമ്പോൾ നമുക്കുള്ള ഉപദേശങ്ങളാണ്.
ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിച്ചൊന്നും അത്ര കാലമൊന്നും പോകില്ല. എല്ലാ ബന്ധങ്ങളും മക്കളും എന്നിലൂടെ ഒരു കുട്ടി വേണം, അതുകൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എന്നിലുള്ള കുറച്ച് അംശവും എടുത്ത് വേറൊരു സ്ത്രീയിലുള്ള അംശവും എടുത്തിട്ട് ഒരു കുട്ടീനെ ഉണ്ടാക്കിയാണ്. അത് കാലത്ത് ലോകത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ആ കുട്ടി, അല്ല നമ്മളെ അല്ല. നമ്മളതാണെന്ന് ധരിക്കുന്നത് മിഥ്യയാണ്. ഒരു ധാരണ എന്തിനാ ഉണ്ടാക്കി വെച്ചതെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നമ്മൾ ആ കുട്ടീനെ ശരിക്കും നോക്കിയുള്ളൂ. അതും ആ കാലം ചെയ്ത് വെച്ച ഒരു തട്ടിപ്പാണ്. ആ കുട്ടീനെ നമ്മൾ നോക്കണം. അതിനു വേണ്ടിയാണ് ഒരു സ്നേഹബന്ധം ഉണ്ടാക്കിയിരിക്കോ, എൻ്റെ ആണല്ലോ, അതിനെ പോയിട്ട് വളർത്തണമല്ലോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ അതെല്ലാം നമ്മളെ കൊണ്ട് കളിപ്പിക്കുകയാണ് ഈ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട്. ആ ശക്തി നമ്മളുടെ ഒരു സ്നേഹം എന്നൊരു വികാരം ഉണ്ടാക്കിയിട്ട് കുട്ടീനെ തോക്കിപ്പിക്കുകയാണ്. കുട്ടിയെ കാക്ക കണ്ടില്ല, കാക്ക കുട്ടിയെ മുട്ടയെല്ലാം തിരിച്ച് കുറേ കാലം അതിനെ കൂടെ നടക്കും. കുറേ കാലം കഴിയുമ്പോൾ അതൊക്കെ പോകും അതിൻ്റെ വഴിക്ക്. അതിന് പിന്നെയും ബന്ധമൊന്നുമില്ല. മനുഷ്യനത്ര കുട്ടികളെ വഴിക്ക് പോകും. അതിനെയൊന്നും ബന്ധം വെച്ച് പിടിച്ച് കിടക്കരുത്. ബന്ധം വെച്ച് കിടന്നാൽ നിങ്ങളുടെ ജീവിതം പാപമായി മാറും. അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം, അല്ലാതെ വേറെ ഒന്നിനുമില്ല. അതുകൊണ്ട് ബന്ധങ്ങളെല്ലാം അവൻ ഉപദേശിച്ചു തരും. ഞാൻ 5 മൈത്രേയം പറയാണ്, ദേവാഹൂതി ഭർത്താവ് പറഞ്ഞതുപോലെ പരമപുരുഷനെ ഭജിച്ചു. ഭർത്താവ് പറയുന്നതനുസരിച്ച് ധ്യാനിച്ചു. 6 കാലം കഴിഞ്ഞപ്പോൾ കർദമന്റെ വീര്യത്തിലൂടെ, അപ്പം കർദമന്റെ വീര്യത്തിലൂടെ തന്നെയാണ് കുട്ടി ഉണ്ടാകുന്നത്. ഭഗവാൻ അരണിയിൽ അഗ്നി എന്ന പോലെ അവൻ ജനിച്ചു, അവളിൽ ജനിച്ചു. അരണിയിൽ അഗ്നി പോലെ, അരണിയിലാണ് അഗ്നി കിടക്കുന്നത്, അതുപോലെ ഈ വീര്യത്തിലാണ് കുട്ടിയുടെ സ്വഭാവം കിടക്കുന്നത്. ആ വീര്യത്തില്, കർദമന്റെ വീര്യത്തില് ഭഗവാൻ എന്ത് ചെയ്തു? വേണ്ട പരിവർത്തനങ്ങൾ വരുത്തിയിട്ട് ബീജം അണ്ടവും അത് തന്നെ, പക്ഷെ അതിൻ്റെ ഘടനയിൽ സ്വഭാവത്തിൽ മാറ്റം വരുത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഇപ്പം ജനിക്കുന്ന കുട്ടി ഇവരെ രണ്ടുപേരുടെയും സ്വഭാവമല്ല, ഭഗവാൻ എന്താണോ ആഗ്രഹിച്ചത് ആ സ്വഭാവമായിരിക്കും ഇവനുണ്ട്. നല്ലൊരു ഉപദേശിയായി മാറും. ആത്മീയ കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. കുട്ടി ആരുടെ തന്നെയാണ്? ഇവരുടെ തന്നെയാണ്. അപ്പൊ 7 ആകാശത്തിലെ മേഘങ്ങൾ മൃദംഗാദി വാദ്യങ്ങളെല്ലാം വായിച്ചു എന്നാണ് പറയുന്നത്. ആകാശത്തിലെ മേഘങ്ങൾ ശബ്ദമുണ്ടാക്കി പലതരത്തിൽ മൃദംഗം വായിക്കുന്നവർ, ഗന്ധർവന്മാർ വാട്ടിപ്പാടി, അപ്സരസ്ത്രീകൾ നൃത്തം വെച്ചു എന്നെല്ലാം പറയുകയാണ്. 8 ദേവകൾ പൂക്കളെല്ലാം വർഷിച്ചു, എല്ലാ ദിക്കുകളും തെളിഞ്ഞു വന്നു എന്ന് പറയുകയാണ്. ഇനി 9 പറയാണ്, സരസ്വതി നദീതീരത്തിലെ കർദമ ആശ്രമത്തിൽ ആ സമയത്തേക്ക് മരീചി മുതലായ ഋഷികളെയെല്ലാം കൂട്ടിക്കൊണ്ട് ബ്രഹ്മദേവൻ എഴുന്നള്ളി. അപ്പം ബ്രഹ്മദേവനാണല്ലോ ഇതിന്റെ പിന്നിലെല്ലാം സൃഷ്ടിക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ മരീചി മുതലായ എല്ലാ ഋഷികളെയും കൂട്ടിയിട്ട് ആണ് വന്നത്. വന്നിട്ട് 10 മുതൽ 12 വരെ പരബ്രഹ്മസ്വരൂപനാണ് ഈ ബ്രഹ്മദേവൻ. പരബ്രഹ്മത്തിൽ നിന്ന് അത് തന്നെയാണ് ബ്രഹ്മദേവനായിട്ട് മാറിയിരിക്കുന്നത്. അതൊരു ബലമാണ്, ഒരു പ്രേരക ശക്തി. പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള പ്രേരക ശക്തിയാണ് ആ ബ്രഹ്മം. ആ ബ്രഹ്മദേവൻ, ആ ബ്രഹ്മദേവൻ കർദമ ദേവാഭൂതികളോട് പറഞ്ഞു വന്നിട്ട്, പ്രിയപുത്ര 12 എനിക്കായിക്കൊണ്ട് എൻ്റെ വചനത്തെ അംഗീകരിച്ചു നിഷ്കപടമായ രീതിയിൽ നീ എല്ലാം ചെയ്തു തീർത്തു, എനിക്കായിട്ട് അർപ്പിച്ചു എല്ലാ കർമ്മങ്ങളും. അതായത് ബ്രഹ്മദേവനാണ് ഇവനോട് പറഞ്ഞ, കർദമനോട് നീ ഇങ്ങനെയെല്ലാം ചെയ്യണം, എന്നിട്ട് കുട്ടികളെ ഉണ്ടാക്കണം, ഒരു 9 പെൺകുട്ടികളെ ഉണ്ടാക്കണം എന്നെല്ലാം പറഞ്ഞിട്ടാണല്ലോ പോയത്. അതുപോലെ മകൻ എന്ത് ചെയ്തു? കാരണം അവന് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ചിന്തിക്കുന്നവനാണ്, എന്നിട്ടും അവൻ ഇതിനു വേണ്ടിയിട്ട് നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടി വേണമെന്ന് വെച്ച് ബ്രഹ്മദേവൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനത് ചെയ്തല്ലേ പറ്റും. അല്ലാതെ ഞാൻ എനിക്ക് സന്യാസം എന്ന് പറഞ്ഞാൽ അതൊന്നും അവിടെ നടക്കുന്ന കാര്യമല്ല. അതെല്ലാം ആ ശക്തിയാണ് തീരുമാനിക്കുന്നത്.
ഈ കുട്ടികളെ ഉണ്ടാക്കിയിട്ട് നീ പോയി സന്യസിക്കുകയോ എന്തോ ചെയ്തോ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പം നീ പറഞ്ഞതുപോലെ പ്രവർത്തിക്കും. ഇത് 13 പറയാണ്, പുത്രന്മാർ പിതാവിൻ്റെ അടുക്കൽ ചെയ്യപ്പെടേണ്ടതായ ഉപചാരം ഇതാണ്. പുത്രന്മാര് അത് നമുക്കുള്ള ഉപദേശമാണ്. പുത്രന്മാര് പിതാവോട് ചെയ്യേണ്ട ഉപദേശം എന്താണ്? പിതൃവചനത്തെ ഓ ശരി, എന്തെങ്കിലും പിതാവ് പറഞ്ഞാൽ ഓ ശരി എന്ന് പറഞ്ഞ് അനുസരിക്കുക. അപ്പം നീ ഓ ശരി എന്നും പറഞ്ഞ് അനുസരിച്ചു. കാരണം ഇവൻ്റെ മാർഗമൊന്നും അല്ല അത്. എന്നാലും കുട്ടികളുണ്ടാക്കണം അല്ലേ? ആ ശരി ഉണ്ടാക്കണം എന്ന നിലയിൽ ദേവാഭൂതിനെല്ലാം ചേർന്നുകൊണ്ട് കുട്ടികളെ ഉണ്ടാക്കി. ഈ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇനി 14, പ്രിയപുത്ര, നിന്റെ ഈ പുത്രിമാർ, ഇനി ബ്രഹ്മദേവൻ ഈ പുത്രിമാരെ കൊണ്ട് കുട്ടികളെ ഉണ്ടാക്കലാണ് പരിപാടി. അതിന് വേണ്ട ആളെയും കണ്ടുവച്ചിട്ടുണ്ട്. ആളെയും കൂട്ടി, ആ ഋഷികളെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെല്ലാം ബ്രഹ്മദേവൻ തീരുമാനിക്കുകയാണ്. എന്ത് തരം കുട്ടികൾ കിട്ടണം എന്ന് വെച്ചിട്ട് ഇന്നേ നാളെ യോജിപ്പിച്ചാലേ പറ്റുള്ളൂ എന്ന് ബ്രഹ്മദേവൻ. അവിടെ പ്ലാൻ ബ്രഹ്മദേവനും അല്ല, അവിടെ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു മോളുണ്ടെങ്കിൽ ആ മോളെ കെട്ടിച്ചു വിടുന്നത് നമ്മളൊന്നും അല്ലാതെ വേദമെടുത്ത് സൂര്യയുടെ വിവാഹം എന്നൊരു ഇതിലൂടെ ഋഗ്വേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. മോളെ കല്യാണം കഴിപ്പിച്ചയക്കുന്നതെല്ലാം ആ സൂര്യനും കാലവും എല്ലാം കൂടിയിട്ടാണ്. അല്ലാതെ നമ്മളല്ല, നമ്മൾ മായയിൽ അകപ്പെട്ടിട്ട് നമ്മളാണ് എന്ന് ചിന്തിക്കുന്നതാണ്. ഈ ചിന്ത ആദ്യം മതിയാക്കുക. മോളെ കല്യാണം കഴിക്കേണ്ട സമയം എത്തുമ്പോൾ അത് ആണ് കെട്ടിച്ചു വിടുന്നത്. കുട്ടികൾ ഉണ്ടാകണോ വേണ്ടേ എന്നുള്ളതും എത്ര കുട്ടി വേണമെന്നല്ല അതാണ് തീരുമാനിക്കുന്നത്. നമുക്കിതിലൊരു ചുക്കും ചെയ്യാനില്ല. അത്രയും കമ്പ്യൂട്ടറൈസ്ഡ് പ്ലാനിങ് ആയിട്ടാണ് അവിടെ പരമാത്മാവിന്റെ പ്ലാൻ ഉള്ളത്. അതുകൊണ്ടാണ് ബ്രഹ്മദേവ ഇങ്ങനെയും കൂട്ടി വന്നിട്ട്, ഇങ്ങനെ സമ്മതമൊന്നും ചോദിച്ചിട്ടില്ല, കൂട്ടി വന്നിട്ട് പറഞ്ഞു, നിന്റെ ഈ പുത്രിമാർ താന്താങ്ങളുടെ വംശപരമ്പരകളാൽ ഈ വിശ്വസൃഷ്ടിയെ നാനാപ്രകാരത്തിൽ വളർത്തിക്കൊള്ളും. ഈ പെമ്മക്കള് അനുയോജ്യരായ ഭർത്താക്കന്മാരെയെല്ലാം കൂട്ടിയിട്ട് അവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള നാനാപ്രകാരത്തിലുള്ള കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ഈ വിശ്വത്തെ വളർത്തിക്കൊള്ളും. അതും അച്ഛനും അമ്മക്കൊരു പാടില്ല, എല്ലാം ബ്രഹ്മദേവൻ അവിടുത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ കാര്യത്തിൽ പറഞ്ഞു, ഇത് നമ്മളോടാണ് പറയുന്നത്. കാരണം ഇവിടെ ഇതെല്ലാം ഫലങ്ങളാണ്. സൃഷ്ടി എന്നത് ഉണ്ടായിട്ടില്ല എന്നുള്ള ഓർക്കണം. സൃഷ്ടി ഉണ്ടായിരുന്ന പിന്നെ ബ്രഹ്മദേവൻ വരേണ്ട ആവശ്യമില്ല. ഇനി വംശം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. വംശം എന്ന് പറഞ്ഞാൽ മനുഷ്യ വംശമല്ലാണ്, മൃഗങ്ങളെ വംശമല്ലാണ്, കാക്കകളെല്ലാം. അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവരും പിന്നെ മനുഷ്യരൂപമൊന്നുമല്ല. ഇവരവിടെ ബലങ്ങളാണ്. ഈ ബലങ്ങളാണ് പ്ലാനിലെ അനുസരിച്ച് പ്രേരിപ്പിക്കുന്നത്. മനുഷ്യനാണ് കർമ്മങ്ങൾ. ഇവിടത്തെ നമ്മളെ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും നിയന്ത്രിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അതിനൊരു തലവനുണ്ടാവും നിയന്ത്രിക്കാൻ. അതുപോലെ സൃഷ്ടി നടക്കുമ്പോഴും ഒരു ബലമുണ്ട്. ആ ബലങ്ങളാണ് പ്ലാൻ അനുസരിച്ച് പ്രേരിപ്പിക്കുന്നത്. ആ ബലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി 15, ആകയാൽ ഈ പുത്രിമാരെ സ്വഭാവത്തിനനുസരിച്ച ഋഷിശ്രേഷ്ഠന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുക. അപ്പം പുത്രിമാരെ സ്വഭാവം അനുസരിച്ച്. അപ്പം യോജിപ്പിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യനുണ്ടാകണമെങ്കിൽ ഈ പുത്രീനെ മനുഷ്യന് ഉണ്ടാകുന്ന തരത്തിലുള്ള സ്വഭാവവിശേഷമുള്ള ഋഷിയെ കൊണ്ട് കെട്ടിപ്പിച്ചാലേ മനുഷ്യവർഗം ഉണ്ടാവുകയുള്ളൂ. മൃഗങ്ങളുണ്ടാകണമെങ്കിൽ എന്ത് വേണം? അതിനനുസരിച്ച ഈ മകളെ. അപ്പൊ ഈ ബലമാണിത്, മനുഷ്യരൂപമല്ല. ഇവരിലൊക്കെയാണ് പൂച്ചകൾ ജനിക്കട്ടെ. അതാകുമ്പോൾ മനുഷ്യനൊന്നും അല്ല ഈ കർദമനും ഇവരുടെ മക്കള്, പെമ്മക്കള്. ഇത് ചില ബലങ്ങളാണ്. അപ്പൊ അവർക്ക് യോജിച്ച ഋഷിമാരെ, ഋഷികളും എന്താണ്? ഈ ബലങ്ങളാണ്. പട്ടിയും പൂച്ചയും മനുഷ്യനും ചെടികളും എല്ലാം ഉണ്ടാകേണ്ട തരത്തിലുള്ള ബലങ്ങളാണ്. അവരെ യോജിപ്പിക്കുക. അപ്പൊ ഈ പുത്രിമാരെ സ്വഭാവത്തിനനുസരിച്ച ഋഷിശ്രേഷ്ഠന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക. അതാണ് നിന്റെ ധർമ്മം. അവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക. ഇത് 16, ഹേ പുത്ര, ഈശ്വരനാൽ
കപില കപിലമായ ശരീരത്തോടുകൂടി, അത് നിറം പറയുകയാണ്, ഈശ്വരനാൽ കപിലമായ ശരീരത്തോടുകൂടി തൻ്റെ മായയിൽ ധരിച്ചുകൊണ്ട് അവതരിച്ചിരിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നു. അപ്പോൾ ഒരു കപില നിറത്തിലുള്ള ഒരുത്തരും ഈശ്വരനിലൂടെ തന്നെ പ്രേരിപ്പിച്ചിട്ട് നിന്നിലൂടെ അവതരിച്ചിരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ബ്രഹ്മാവിന് അതും അറിയാം. ഇത് 18 ഹേ മനുപുത്രി, എന്നിട്ട് അവളോട് പറയുകയാണ് പൊന്നിറമുള്ള തലമുടിയോടും. അപ്പൊ ആ കപിലന്റെ വർണ്ണന പറയുകയാണ്, പൊന്നിറമുള്ള തലമുടി, താമരദളം പോലെയുള്ള കണ്ണുകള്, നിന്റെ ഗർഭത്തിൽ പ്രവേശിച്ച പരോക്ഷവും അപരോക്ഷവുമായ അറിവോട് കൂടിയുള്ളവൻ. പരോക്ഷമായ അറിവുണ്ട്, അപരോക്ഷമായ അറിവോട് കൂടിയവനാണ് അവൻ. പരോക്ഷ അറിവ് എന്ന് പറഞ്ഞാല് ബ്രഹ്മത്തെ പറ്റിയുള്ള ജ്ഞാനം. 2 സയൻസിലുണ്ടല്ലോ, പരാസയൻസും അപരാസയൻസും. അപരാസയൻസാണ് മോഡേൺ സയൻസ്. അപ്പൊ രണ്ടിനെ പറ്റി ബോധ്യമുള്ളവനാണ് ഇവൻ. ഉപായത്താൽ സംസാര ദുഃഖത്തെ അറുത്ത് അവൻ ഈ ഭൂലോകം മുഴുവൻ സഞ്ചരിക്കും. അവൻ ആത്മീയ തത്വങ്ങൾ, അതായത് യഥാർത്ഥമായ ഈ സത്യങ്ങൾ, നമ്മളുടെ എല്ലാം കർമ്മത്തിന് പിന്നിൽ ഒരു പ്രേരക ശക്തിയുണ്ട്, അതാണ് ഈ ചെയ്യിപ്പിക്കുന്നത് മുഴുവൻ എന്നുള്ള തത്വം ഉപദേശിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഇവൻ പിന്നീട് സഞ്ചരിക്കും. ആര്? ഈ ഭരിക്കുന്ന പുത്രൻ. അപ്പോൾ ഇതാരാണ്? ഈ ഒരു ബലത്തിലൂടെയാണ് ലോകത്തിലെ ബ്രഹ്മതത്വം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ളവർ ജനിക്കുന്നത്. ശുദ്ധമായ ആത്മീയവാദികൾ, നമ്മളീ പറയുന്ന ആത്മീയവാദികളൊന്നുമല്ല, അവർക്കൊന്നും ഈ ജ്ഞാനമൊന്നുമില്ല. അതൊരു അവതാരം മാതിരി വല്ലപ്പോഴുമേ വരികയുള്ളൂ. വേദത്തിലുള്ള രഹസ്യങ്ങൾ ശരിയായ നിലയിൽ ലോകത്തെ പഠിപ്പിക്കുവാനുള്ള വ്യക്തികൾ അവതാരമായിട്ട് വരുന്നത് കപിലനിലൂടെയാണ്, ആ ബലത്തിലൂടെയാണ്. ലോകം മുഴുവൻ കഷ്ടപ്പെടുകയാണ്. ഈ ഞാൻ എന്ന ചിന്ത വെച്ചുകൊണ്ട് പാപികളായിട്ട് നടക്കുകയാണ്. അവർക്കൊരിക്കലും തൃപ്തി കിട്ടാൻ പോകുന്നില്ല. അത് തൃപ്തി കിട്ടണമെങ്കിൽ ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, ആ ശക്തി എന്നെ കൊണ്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളത് തോന്നുന്ന മാതിരി അങ്ങ് പോയാൽ മതി. ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന മാതിരി അങ്ങ് അഭിനയിച്ച് പോയാൽ മതി. എല്ലാം അതാണ്. പിന്നെ നാളത്തെ പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഈ സത്യം മനസ്സിലാക്കിയാൽ, ഈ സത്യം പറഞ്ഞു തരുന്ന വ്യക്തികള് അവരെന്ത് പറയും? അമ്പലത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഉള്ളിൽ തന്നെ ആ ദൈവം തന്നെ, ഞാൻ തന്നെ ദൈവമാണ്, ഞാൻ തന്നെയാണ് നിന്നെ കൊണ്ടുപോകുന്നത്, ഓടിച്ചു കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. അത് കൊണ്ടുപോകട്ടെ, എനിക്കെന്ത് കാര്യം, നാളത്തേനെ പറ്റി ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ദൈവത്തെയും ആരാധിക്കാൻ പോകില്ല, ഒരു ആരാധനയും ആവശ്യമില്ല, ഒരു വഴിപാടും ആവശ്യമില്ല, ഒരു ചുക്കും ആവശ്യമില്ല. കാരണം ഇത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇത് മനസ്സിലാക്കാതെ കൊണ്ടാണ് വേറെ അന്യന്മാരുടെ എന്തെല്ലോ പിന്നാലെ നടക്കുന്നത് സാധിപ്പിച്ചു തരാൻ വേണ്ടി. അത് മണ്ടത്തരമാണ്. അതാണ് നമ്മളെ മനസമാധാനം കെടുത്തുന്നത്. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആള് കപിലനായിട്ട്, ആ കപിലനാണ് ആ തത്വം ഉപദേശിക്കുന്നവരെ ജനിപ്പിക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ്. അപ്പൊ ജീവിതത്തിൽ 2 വശമുണ്ട്, ആത്മീയമുണ്ട്, പരാസയൻസുണ്ട്, അപരാസയൻസുണ്ട്. ഈ പരാസയൻസ് ലോകത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി അവതാരമായിട്ട് ആൾക്കാരെ പറഞ്ഞു വിടുന്നതിന് പിന്നിലുള്ള പ്രേരക ശക്തിയാണ് കപിലൻ. അവൻ ഈ ഭൂലോകം മുഴുവൻ സഞ്ചരിക്കുക. അത് ഭാരതത്തിൽ മാത്രമൊന്നുമല്ല സഞ്ചരിക്കുന്നത്, എല്ലായിടത്തും ഈ തത്വം മനസ്സിലാക്കുന്നവർ ഈ ലോകത്തിലുണ്ട്. അവര് പിന്നെ അതെല്ലാം വിട്ടിട്ട് ബ്രഹ്മസാക്ഷാത്കാരം, അത് ഭാരതത്തിൽ മാത്രമൊന്നുമല്ല. ഈ സന്യാസം എന്ന് പറയുന്നത് വേഷം കെട്ടി നടക്കുന്നതല്ല. ഒരാൾക്ക് വിരക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അതെല്ലാം വിട്ടിട്ട് അങ്ങനെ നടക്കും. അങ്ങനെയുള്ള ആൾക്കാർ സ്വയം വിരക്തി വരിക. ഇനി ജീവിതത്തിൽ കർമ്മമൊന്നും ഇല്ലാതെ വരുമ്പോൾ നമ്മളുടെ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഒന്നും ആഗ്രഹം ഇല്ലാതെയായിട്ട് വിരക്തി വന്നിട്ട് അങ്ങനെ നടക്കും. ഇങ്ങനെ നടക്കുന്നവര് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. അത് ക്രിസ്ത്യാനിയിലും ഉണ്ട്, മുസ്ലിമിലും ഉണ്ട്, ഹിന്ദുക്കളിലും എല്ലാത്തിലും ഉണ്ട്. ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നതല്ല, അതൊന്നും ആരുടെയും
ഏതെങ്കിലും ഒരു മതം പിടിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെയുള്ളവർ നാട്ടിൽ കാണും. അവർ പിന്നെ അങ്ങ് നടന്നു പോയിട്ട് ജീവിതം അങ്ങനെ കൊണ്ടുപോയി തളക്കും. ശരീരത്തെ ദൂരെ കളഞ്ഞിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കും. അതിന് മതം മനസ്സിലാക്കേണ്ട, മതഗ്രന്ഥങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ഉപദേശിക്കാനുള്ളത് ആൾക്കാരാണ് ഈ കപിലനെ പോലെയുള്ളവരിലൂടെ വരുന്നത്, ആ ഫലത്തിലൂടെ വരുന്നത്. 19 ഈ ഭഗവാൻ സിദ്ധന്മാരുടെ സംഘ നേതാവും, അയാൾ എന്തായിരിക്കും? അങ്ങനെയുള്ള സിദ്ധിയുള്ള ആൾക്കാരുടെ നേതാവായി മാറും. സാമവേദത്തിൻ്റെ വക്താവായി ഭവിച്ച് നിന്നിൽ കീർത്തിയെ വളർത്തും. അങ്ങനെയുള്ള ആ വ്യക്തി നിന്നിൽ കീർത്തി ഉണ്ടാകും. അവൻ കപിലൻ എന്ന പേരിൽ പ്രസിദ്ധനാകും. അവനെയാണ് കപിലൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളും ഇവിടെ ഈ കപിലൻ ഫോസാണെങ്കിലും നാളെ ഈ കപിലിലൂടെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം വ്യക്തികളെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത്. ആ വ്യക്തികളെ കപിലൻ എന്ന് പറയാം. ഇപ്പം ഞാനാണ് ഈ തരത്തിൽ പ്രഭാഷണമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഞാനാണ് കപിലൻ. ആ ശക്തി, കപിലൻ എന്ന ബലമാണ് എന്നെ പോലെയുള്ളവരെ സൃഷ്ടിക്കുന്നത്. അപ്പം ലോകത്തിലെവിടെയും അങ്ങനെയുള്ളവരെ സൃഷ്ടിച്ചു വിടുന്നുണ്ട്, ശരിയായ സത്യം പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കിയവരെ. ഇനി 20 മൈത്രേയൻ. അതിനുശേഷം ബ്രഹ്മദേവൻ സനകാദികളും നാരദരോടും എല്ലാം കൂടി വാഹനത്തിൽ, വിമാനത്തിൽ എന്നിട്ട് എല്ലാം വിമാനത്തിലാണ് പോകുന്നത്. കാരണം മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ വിമാനം അല്ലാതെ പിന്നെ എന്തിനാ? വിമാനത്തിലേറി സത്യലോകത്തേക്ക് പോകും. അവരങ്ങ് പോയി തിരിച്ച് പോയി ഉപദേശവും കൊടുത്തിട്ട്. 21 ബ്രഹ്മദേവൻ പോയപ്പോൾ കർദമൻ തൻ്റെ പുത്രിമാരെ അനുയോജ്യരായ ഋഷിമാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പം കർദമൻ എന്ത് ചെയ്ത് പറഞ്ഞ? കർദമൻ ഇതേ ഉള്ളൂ, അതിനകത്ത് അനുയോജിച്ചവരെ വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ 22, 23, 28, 24 വരെയുള്ളതിൽ പറയുന്നത് മരീചിക്ക് കല, അത്രിക്ക് അനസൂയ, അംഗീരസിന് ശ്രദ്ധ, പുലസ്ത്യന് ഹവിർദ്ര, പുലഹന് ഗതി, ക്രതുവിന് ക്രിയ, ഭൃഗുവിന് ഖ്യാതി, വസിഷ്ഠന് അരുന്ധതി, അഥർവന് ശാന്തി. അപ്പൊ ഈ അഥർവൻ, വസിഷ്ഠൻ എന്നെല്ലാം പറയുന്നത് ബലങ്ങളാണ്, മാനസപുത്രന്മാരാണ്. അവരിലൂടെയാണ് പുലസ്ത്യനും അഥർവനും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അവരുടെ പ്രേരണയാലാണ്, ആ ശക്തി പ്രേരിപ്പിച്ചിട്ടാണ് പിന്നെ ഇത്തരം വസിഷ്ഠന്മാരും അഥർവന്മാരും ഭൂമിയിൽ ഋഷികളായി ഉണ്ടാകാൻ കാരണം. അല്ലാതെ യഥാർത്ഥത്തിൽ വസിഷ്ഠൻ, ഇവിടെ പറയുന്ന വസിഷ്ഠൻ ആ ബലമാണ്, മാനസപുത്രന്മാരാണ്. അത് മനുഷ്യരായിട്ടില്ല. ഇനി മനുഷ്യർ ഇവരിലൂടെയാണ് മനുഷ്യരായിട്ട് വരാൻ പോകുന്നത്. ഇനി 25 അതിനുശേഷം അവരെല്ലാം പത്നിമാരോടൊത്ത് അവരവരുടെ ആശ്രമത്തിലേക്ക് പോയി. അവരും അവരുടെ ആശ്രമത്തിലേക്ക് പോയി. ഇനി അവരിലൂടെയാണ് സൃഷ്ടി ആരംഭിക്കാൻ പോകുന്നത്. അപ്പം സൃഷ്ടി നടത്തുന്നതിനുള്ള മേസ്ത്രിമാരെ, അല്ലെങ്കിൽ എൻജിനീയർമാരെ, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഉദ്യോഗസ്ഥന്മാരെ, പ്രൊജക്ട് മാനേജ്മെന്റ് എന്നെല്ലാം പറയും, അവർക്കാണ് അതിൻ്റെ ചുമതല. അവരാണ് ഇനി TV ഉണ്ടാക്കേണ്ടതും കാർ ഉണ്ടാക്കേണ്ടതും വീടുണ്ടാക്കേണ്ടതും. ഒരു വീടിൻ്റെ മേസ്ത്രി ഏൽപ്പിച്ചിട്ട്, ഒരു എൻജിനീയർ ഏൽപ്പിച്ചിട്ട് പ്ലാനിങ് കൊടുത്തിട്ട് ഇതുമാതിരി ഉണ്ടാക്കുക എന്ന് പറയുമ്പം അവരാണ് വീടുണ്ടാക്കുന്നത്. അതുപോലെ ഇവരാണ് പരമാത്മാവെന്ന പ്ലാൻ അനുസരിച്ചിട്ട് ഇവരിലൂടെയാണ് അവർ നേതൃത്വം കൊടുത്തിട്ട് പ്രകൃതിയിലുള്ള ഇലക്ട്രോണിയും പ്രോട്ടോണിയും ആറ്റങ്ങളെയും വസ്തുക്കളെയും എല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഈ ജീവജാലങ്ങളെ നമ്മളെയെല്ലാം ഉണ്ടാക്കേണ്ടത്. ഇനി 26 കർദമൻ. ശ്രീ മഹാവിഷ്ണു അവതരിച്ചതായിട്ട് അറിഞ്ഞ് അവിടെ പോയി നമസ്കരിച്ചു. അപ്പം ഭഗവാൻ തന്നെയാണ് കപിലനായിട്ട് വന്നിരിക്കുന്നത്, ആ ബലമായിട്ട്.
അപ്പം കർദമൻ അവിടെ പോയിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ചു. മോനാണ്, എന്നാലും നമസ്കരിച്ചു. 27. സംസാരസാഗരത്തിൽ വെന്തെരിയുന്നവരുടെ പേരിൽ ദേവന്മാർ കുറെ കാലത്തിനു ശേഷമെങ്കിലും ലോകത്തെ പ്രസാദിക്കുന്നു സന്തോഷം. അവിടെ പോയി പറഞ്ഞതാണ്. ഈ ലോകത്തിൽ ഇങ്ങനെ നട്ടം തിരിയുന്ന ഞാനെന്ന ചിന്ത വെച്ച് ഞാൻ എൻ്റേത്, എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താക്കന്മാർ, എൻ്റെ വീട്, എൻ്റെ വസ്തു എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ പിന്നാലെ നട്ടം തിരിഞ്ഞ് കഷ്ടപ്പെട്ട് നടക്കുന്ന ജനങ്ങൾക്ക് ലോകം മുഴുവനുള്ള എന്തുകൊണ്ട് എല്ലാം ഞാനെന്ന ചിന്ത വെച്ചുള്ളൂ. പക്ഷേ ഇതൊന്നും ഞാനല്ല, ആ ശക്തി അത് ചെയ്യിപ്പിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കാതെ അങ്ങനെയുള്ള കാലം മനുഷ്യരുടെ ഇടക്ക് ഇങ്ങനെ ചില കർദമന്മാര് ആ കക്ഷി ഈ കർദമൻ എന്ന ഫോഴ്സ് ഉണ്ടാക്കിയിടുന്നുണ്ട്. അത് വലിയ സന്തോഷകരമായ കാര്യമാണ്. ഇനി 28, 29 എന്നിട്ട് പറയുകയാണ്, യോഗികൾ ദർശനത്തിനായി ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് യോഗയെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വർഷങ്ങളോളം ഏകാന്തതയിൽ പരിശ്രമിക്കുന്നുവോ, അവർ ഭയങ്കര പാടുപെട്ടിട്ട് കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വസ്ത്രങ്ങളടക്കം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം, ബ്രഹ്മമേ ശരണം എന്ന് വെച്ചുകൊണ്ട് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്നു. വർഷങ്ങളോളം നടന്നാലും ചിലപ്പം കിട്ടില്ല. അതേസമയം പ്രാകൃതരായ നമ്മുടെ ഇടയിൽ, ഈ സാധാരണ പ്രാകൃത, ഇതെല്ലാം പ്രാകൃത മനുഷ്യരാണ്, നമ്മുടെ ഇടയിൽ ചിലപ്പോഴെങ്കിലും വിഷ്ണു അവതരിക്കുന്നുണ്ട്. എന്തായിട്ട്? വേദങ്ങളെ ശരിയായ വാക്കിൽ അവതരിപ്പിച്ച് വേദങ്ങളുടെ ശരിയായ സത്യം, ബ്രഹ്മരഹസ്യം ശരിയായ നിലയിൽ ലോകത്തെ പറഞ്ഞു കൊടുക്കുവാൻ ആരവതരിക്കും? വിഷ്ണു തന്നെ കപിലനായിട്ട് അവതരിക്കും. ഇനി 30. നിന്തിരുവടി തൻ്റെ വചനം സത്യമാക്കുവാനും ഈ സാഖ്യശാസ്ത്രത്തെ നിർമ്മിക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ട് എൻ്റെ ഗൃഹത്തിൽ അവതരിച്ചു. ഇതിനു വേണ്ടിയിട്ട് ഈ സാഖ്യശാസ്ത്രം, ഈ വേദങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബ്രഹ്മത്തെ തൊട്ടുള്ള ശാസ്ത്രങ്ങൾ ലോകത്തെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അങ്ങ് അവതരിച്ചിരിക്കുന്നത്. വേദങ്ങളുടെ ശരിയായ അർത്ഥം, ബ്രഹ്മത്തെ പറ്റി എന്താണ്, നമ്മളൊക്കെ പിന്നിൽ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഇതിനെല്ലാം, അതിന് ഒരു പ്ലാനുണ്ട്. ആ പരമാത്മാവെന്ന പ്ലാൻ അനുസരിച്ച് കാലത്തോട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് എല്ലാ സൃഷ്ടിയും ഇങ്ങനെ നടത്തുന്നത്. ആ സത്യം സാഖ്യശാസ്ത്രത്തിലൂടെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അങ്ങ് എൻ്റെ ഗൃഹത്തിൽ അവതരിച്ചതെന്ന് കർദമൻ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഭഗവാനെ നിന്റെ അലൗകിക അവതാരം, അതായത് പണ്ടത്തെ ശരിയായ അവതാരം എങ്ങനെയാണ്? കുറേ കൈയും കാലും എല്ലാം ഉണ്ടായിട്ട് ഉള്ളതാണ്. ആ ഇതെന്ന് പറഞ്ഞാൽ വിരാട രൂപമല്ലേ, കുറേ കയ്യും കാലും എല്ലാം ഉള്ളതാണ് യഥാർത്ഥ രൂപം. ആ രൂപം വിട്ടിട്ട് ചിലപ്പോഴെങ്കിലും മനുഷ്യരുടെ ഇടയിൽ അവതാരമായി ഇങ്ങനെ നിന്തിരുവടി വരുന്നുണ്ട്. ശരിയായ അവതാരം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. 1000 കൈകളും അതിന് 1000 കൈയും തലയിലുള്ള പ്രപഞ്ചം മുഴുവൻ മാറി കിടക്കുന്ന ഒരു ശക്തിയാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സാധാരണ അവതാര രൂപത്തിലെങ്കിലും ഇവിടെ മനുഷ്യരൂപത്തിലും വരുന്നുണ്ട് ചിലവർ. ഇനി 32 പറയാണ്, തത്വാവതാരം അവബോധം വളർത്താൻ ഐശ്വര്യം, വൈരാഗ്യം, യശസ്, ജ്ഞാനം, വീര്യം, ശ്രീ എന്നീ ഷഡ്ഗുണങ്ങളുടെ പൂർണ്ണ സ്വരൂപമായ നിന്തിരുവടി. അപ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവങ്ങൾ ഇതെല്ലാം കൂടിയതാണ്. ഐശ്വര്യം, പൂർണ്ണ ഐശ്വര്യം അതാണ്. വൈരാഗ്യമാണ് അതിൻ്റെ അടിസ്ഥാന തത്വം, എല്ലാത്തിലും വിരക്തി. യശസ്,
അതാണ് യശസ്സും ജ്ഞാനവും, ശരിയായ ജ്ഞാനവും വീര്യവും. ശ്രീ, അത് തന്നെ ശ്രീ. ഈ പൂർണ്ണസ്വരൂപം തിരുവടി ഞാൻ ശരണം പ്രാപിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇനി 33 പരമാത്മാവായി, അതെന്ത് തന്നെയാണ്? പരമാത്മാവാണ്. പ്രകൃതിയുടെ സ്വരൂപമാണ്. ഈ പ്രകൃതി തന്നെ അതിൽ നിന്നും ഉത്ഭവിച്ച അതിൻ്റെ വേറൊരു രൂപമാണ് ഈ പ്രകൃതി. പ്രകൃതിയുടെ അധിഷ്ഠാതാവായി, മഹാതത്വമായി, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ശാസ്ത്ര രഹസ്യങ്ങളോ അതെല്ലാം അതാണ്. കാലശക്തിയായി, അത് കാലത്തിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. ലോകപരിപാലകനായി, ലോകത്തെ പരിപാലിക്കുന്നതെല്ലാം ശക്തിയാണ്. ചിത് സ്വരൂപമായി, തന്നിൽ വിലീനമായ ലോകത്തോടെ, തന്നിലാണ് ഈ ലോകമെല്ലാം വിലീനമായി കിടക്കുന്നത്, അലിഞ്ഞു കിടക്കുന്നത്. സർവജ്ഞനും സർവത്തിൻ്റെ സാക്ഷിയുമായ, അങ്ങ് എല്ലാ ജ്ഞാനവും കഴിഞ്ഞ് സർവത്തിൻ്റെ സാക്ഷിയുമായ കപില വാസുദേവനായ നിന്തിരുവടിക്ക് ശരണം പ്രാപിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ച രഹസ്യമെല്ലാം അടങ്ങിയ ആ ബലത്തെ, ഇതിൻ്റെ എല്ലാം കാര്യങ്ങളുടെ നേതൃത്വം ഈ കപിലൻ എന്ന ബലത്തിലാണുള്ളത്. അപ്പൊ ഈ ജ്ഞാനമെല്ലാം ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ സൃഷ്ടിക്കുന്നത് ഉത്തരവാദിത്വം ഈ കപിലൻ എന്ന ബലമാണ്. ഞാൻ പറഞ്ഞു 9 ഋഷികളും ഭാര്യമാരും ഈ കപിലനിലൂടെയാണ് ലോകത്തിൽ. 9 പേരും കൂടി ഭൗതിക കാര്യങ്ങളാണ് നോക്കുന്നുണ്ടെങ്കിൽ, കപിലൻ എന്ന ബലമാണ് ആത്മീയമായിട്ടുള്ള ഈ രഹസ്യങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിക്കുവാൻ ഇടക്കിടക്ക് കയറി വരുന്ന, ഇടക്കിടക്ക് കയറി വരികയും ഉള്ളൂ. ഇനി 34. എന്നിട്ട് 34 ഒരു അപേക്ഷ വെക്കുകയാണ്. ജനസഞ്ചയ പാലകനായ നിന്നോട് ഞാൻ ഒരു അനുവാദം ചോദിക്കുകയാണ്. ആ കപിലിനുള്ള ഒരു അനുവാദം ചോദിക്കണം. ആത്മീയത്തിൻ്റെ ഉത്തരവാദിത്വം പുള്ളിക്കാണ്. എന്താണത്? ഇറക്കി തന്ന ഋണത്രയ ഭാരത്തോടും, എന്നെ കുറേ ഭാരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറക്കി വിട്ടത്. ആ ഭാരത്തോടും നേടിയ ഭൗതിക സുഖത്തോടും, അതേകൂടെ എനിക്ക് കുറേ ഭൗതിക സുഖങ്ങളെല്ലാം നേടാനും എല്ലാം അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കൂടിയവനായ ഞാൻ പരിവ്രാജകന്മാരുടെ മാർഗം അതായത് സന്യനി ഞാനെല്ലാം വിട്ടിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാൻ സ്വീകരിച്ച് നിൻ തിരുവടിയുടെ ഹൃദയത്തിൽ ചേർത്തുകൊണ്ട്, നിൻ തിരുവടിയെ ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് ശോകരനായി സഞ്ചരിക്കട്ടെയോ, ഞാനങ്ങ് ഇനി പോയിക്കൊള്ളട്ടെയോ, എൻ്റെ കർമ്മമെല്ലാം കഴിഞ്ഞല്ലോ. മക്കളെയെല്ലാം വേണ്ടവരെ ഏൽപ്പിച്ചു, മക്കളെ ഉണ്ടാക്കി ഏൽപ്പിച്ചു. ഇത് അപ്പോൾ കപില ഭഗവാൻ പറയുകയാണ്, കപിലൻ ഭഗവാൻ പറയുകയാണ്, അങ്ങയോട് പ്രതിജ്ഞ ചെയ്തതനുസരിച്ച്, അവൻ നിന്നോട് പണ്ട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, അതിനെ നിമിത്തീകരിച്ച് തരികയാണ്. അതിനായി കൊണ്ടുവേണ്ട ആ വചനം സത്യമാക്കുവാൻ കേൾവിയാണ് ഞാനിങ്ങനെ ജന്മമെടുത്തത്. ഇനി 36 എന്തിനാണ് വന്നതെന്ന് പറയുകയാണ്. ഈ എൻ്റെ ജന്മം ദുഷിച്ച മനോവൃത്തിയിൽ നിന്നും മുക്തി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാഖ്യശാസ്ത്രത്തിലുള്ള ഈ ആത്മബോധം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. അതായത് ഈ ജീവിതത്തിൽ നട്ടം തിരിഞ്ഞ് ജീവിതത്തിൻ്റെ ഈ ഞാനെന്ന ചിന്ത വെച്ച് നടക്കുമ്പോൾ നട്ടം തിരിയലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നട്ടം തിരിയുന്ന ജനങ്ങൾക്ക് വല്ലവർക്കും ആത്മതത്വം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് അവതരിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഏറിയ കാലം കൊണ്ട് നശിച്ചുപോയ ഇതെല്ലാം നശിച്ചുപോയി, ശരിയായ ആത്മാവ തത്വമെല്ലാം നശിച്ചുപോയി. ഇപ്പോഴിവിടെ കാണിക്കുന്നത് ആരെല്ലോ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നതാണ്. ഈ ലോകത്തിൽ വേദങ്ങളുടെ പേരിലും ഭാഗവതത്തിൻ്റെ പേരിലും പിന്നെന്താണ് ഗീതയുടെ പേരിലെല്ലാം എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അല്ലാതെ സത്യമൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. ഏറിയ കാലം കൊണ്ട് നശിച്ചു പോയ ഈ ആത്മതത്വത്തെ, ഇത് നശിച്ചുപോയി.
ആ നശിച്ചുപോയ ആത്മതത്വത്തെ പുനരുജ്ജീവിക്കുവാൻ വേണ്ടി ഞാൻ ഈ ശരീരം ധരിച്ചു എന്ന് അറിഞ്ഞാലും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് വന്നത്. ഈ കപിലെന്നൊരു ഫോഴ്സ് അത്തരം വ്യക്തികളെ സൃഷ്ടിക്കും, വേദരഹസ്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. 38 പറയുന്നു, എന്നാൽ അനുജ്ഞാതനായ അങ്ങ് ഇഷ്ടം പോലെ ചെയ്യുക. അങ്ങക്ക് വേണ്ടത് ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോളൂ. കാരണം അങ്ങേരൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങേര് ഇതെല്ലാം കുറേയെല്ലാം മനസ്സിലാക്കിയ വ്യക്തിയാണ്. ജയിക്കാൻ പ്രയാസമായ മൃത്യുവിനെ എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജയിച്ച് അനശ്വരതക്കായി എന്നെ സേവിക്കുക. അപ്പം ജയിക്കാൻ പ്രയാസമായ മൃത്യു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നിലയിൽ മരിക്കുന്നതാണ്. പക്ഷേ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാം വിട്ട് മായകളെല്ലാം ഉണ്ടാവുന്ന ഈ ലോകത്തെ തന്നെ തിരിച്ച്, ഈ ലോകത്തെ കാണില്ല, നമ്മളെ ശരീരത്തെ മുഴുവൻ ന്യൂട്രലാക്കി, നമ്മളെ ശരീരത്തിലാണല്ലോ നാഡികളിലൂടെയാണല്ലോ സിഗ്നലെല്ലാം വരുന്നത്, അതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ഈ ലോകത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ ഒരു ബന്ധുവില്ലാതെ, അച്ഛനുമില്ല, അമ്മയില്ല, ഭാര്യയില്ല, ഗുരുവില്ല, ജോലിയുമില്ല, കർമ്മവുമില്ല, എല്ലാം വിട്ട് എൻ്റെ ജീവിതം തീർന്നു എന്ന നിലയിൽ എനിക്ക് ഈ ലോകത്തിൽ ഒന്നും ചെയ്യാനുള്ള നിലയിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മമേ ശരണമെന്ന് പോകുമ്പോൾ ഒരവസ്ഥ വരുമ്പോൾ എല്ലാ അവയവങ്ങളും വട്ടപൂജ്യമാകും. പിന്നെ നമ്മുടെ കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, മൂക്ക് മണക്കില്ല, നാല് രുചിക്കില്ല, എല്ലാ ഇന്ദ്രിയങ്ങളെയും ന്യൂട്രലൈസ് ആക്കി. നാഡികളാണ് നമ്മളെല്ലാം ചലിപ്പിക്കുന്നത്. പക്ഷാഘാതം വരുമ്പോൾ ഒരു ഭാഗം മുഴുവൻ തകർന്നതിന് കാരണം നാഡികൾ നിശ്ചലമാകുകയാണ്. പിന്നെ ആ കൈക്ക് തൊട്ടാലും ഒന്നും അറിയില്ല. അതേപോലെയുള്ള അവസ്ഥയിൽ നമ്മളെ നാഡികളെയെല്ലാം നമ്മൾ ഇല്ലാതാക്കുമ്പോൾ പിന്നെ കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല, കണ്ണൊന്നും ഉണ്ടാവില്ല. കണ്ണ് ഉണ്ടാകും, പക്ഷേ കാണുന്നില്ല. കാണുന്നത് മുഴുവൻ ബ്രഹ്മം. അതാണ് ആ ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ മുന്നിലുള്ള അവസ്ഥ. കണ്ടിട്ട് കാണാതെയല്ല, നമ്മൾ കാണാൻ ശ്രമിക്കുന്നില്ല. നമുക്കൊന്നും കാണണ്ട എന്ന് വെച്ചിട്ട് ആ നാഡികളെയെല്ലാം നിഷ്ഫലമാക്കുന്നതാണ് ഏതവസ്ഥ? സമാധിയിലൂടെ ബ്രഹ്മസാക്ഷാത്കാരത്തിലെത്തുന്നത്. അപ്പോൾ ഒന്നും കാണുന്നില്ല, ഈ ലോകമായിട്ട് ഒരു കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഒരുമാതിരി ഉന്മാദനെ പോലെ, ഭ്രാന്തനെ പോലെ നടക്കുന്നെല്ലാം പറഞ്ഞത്. അവർ ഈ ലോകത്തിലില്ല, ലോകം വിട്ടു. ഈ ലോകകാര്യങ്ങളിലൊന്നും അവർ കാണുന്നു പോലും ഇല്ല. അല്ലാതെ കണ്ടിട്ട് കാണാതെയല്ല, എന്തെല്ലോ ഒന്ന് അങ്ങനെ നടക്കും. പോകുമ്പോൾ അവസാനം പൂർണ്ണമായിട്ടും എല്ലാ ഇന്ദ്രിയങ്ങളും സീറോ ആവുമ്പോൾ മരണം സംഭവിച്ചിട്ടില്ല. മരണത്തിന് മുമ്പിലാണ് ഇത് സംഭവിക്കുന്നത്. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. അതാണ് പിന്നെ മരണത്തെ മറികടക്കുക. പിന്നെ മരിക്കേണ്ട ആവശ്യമില്ല. ശരീരം അവിടെ കിടന്നിട്ട് അപ്പോഴേക്കും ശരീരം ഒരുമാതിരി ഒന്നിനും കൊള്ളാതെ ചണ്ടി മാതിരിയാവും. തൊട്ടാലും അറിയില്ല, ഒന്നുമില്ലാതെ ചണ്ടിയായി മാറും. ആ ശരീരത്തെ കളഞ്ഞുകൊണ്ടാണ് ബ്രഹ്മസാക്ഷാത്കാരം. അതെല്ലാം ഇന്ന് വ്യാഖ്യാനിച്ചിട്ട് എന്തെല്ലോ ആക്കി വെച്ചിട്ടുണ്ട്. ബ്രഹ്മസാക്ഷാത്കാരം നേടിയ എന്തെല്ലോ ദിവ്യമായ കഴിവുകളൊന്നും വെച്ചിട്ട് മറ്റേ കൗത്തിൽ കുറേ തലയൊട്ടിയെല്ലാം വാരി വെച്ച് എന്തെല്ലോ വേഷം കെട്ടുന്നു. ഇതെല്ലാം വേദങ്ങൾ പറയുന്നതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഏറിയ കാലം കൊണ്ട് നശിച്ചുപോയ ഈ ആത്മതത്വം. അതുകൊണ്ട് നീ ഇങ്ങനെ പോയിക്കൊള്ളുക. എന്തു പറ്റും? അനശ്വരനായി എന്നെ സേവിക്കുക. എന്നെ സേവിച്ചുകൊണ്ടാൽ എനിക്കിത് സാധിക്കും. എന്നിട്ട് എന്ത് പറയുന്നത്? ഏതവസ്ഥയിലേക്ക് വരണം? സമസ്ത ജീവജാലങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന എന്നെ, സമസ്ത ജീവജാലങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഈ ശക്തി. ആ പരമാത്മാവിനെ എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പരമാത്മാവിനെ എന്നിലും കാണണം, ഞാൻ ആ പരമാത്മാവിലും എല്ലാത്തിലും ലയിച്ചിരിക്കുന്നതായിട്ടും കാണണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ശോകമൂകനായി എന്നിട്ട് ജീവിച്ചാൽ എന്നെ പ്രാപിക്കാം.
അപ്പം എന്നെ പ്രാപിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിലുമുള്ളത് ബ്രഹ്മമാണ്, എന്നിലുള്ളതും ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മം തന്നെയാണ്. പിന്നെ എന്ത് പാടില്ല? സമസ്ത ജീവജാലങ്ങളെയും ബ്രഹ്മമായി കാണണം. അപ്പൊ അതിന് മുമ്പിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാം കാണും, അതിനെല്ലാം ബ്രഹ്മമാണെന്ന് ധരിച്ചു കൊള്ളണം. അവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, ബ്രാഹ്മണനില്ല, ക്ഷത്രിയനില്ല, വൈശ്യനില്ല, ശൂദ്രയില്ല, പട്ടിയില്ല, പൂച്ചയില്ല, ഒന്നുമില്ല, ബ്രഹ്മം മാത്രം. ആദ്യം അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കുകയാണ് ആത്മീയത്തിലേക്ക് പോകുന്നവന്റെ ആദ്യത്തെ കടമ. അല്ലാതെ ആത്മീയം ചെയ്തിട്ട് ഞാൻ ഹിന്ദുവാണ്, ഹിന്ദു സനാതന ധർമ്മം, ആർഷഭാരത സംസ്കാരം എന്നെല്ലാം പറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അവൻ ഭൗതിക ലോകത്തിൽ കിടന്നിട്ട് നട്ടം തിരിയുന്നവനാണ്. അവനൊന്നും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അതൊന്നുമല്ല ആത്മീയം. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് അങ്ങനെ പോയിട്ട് അപ്പൊ ഒന്നും കാണാനും കേൾക്കാനും നിൽക്കില്ല. കുറെ കാലം കഴിയുമ്പോൾ ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവൃത്തി ചെയ്യാതാവുമ്പോൾ ആ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന സമയത്തിൽ കണ്ണൊന്നും കാണാൻ പോകും. കണ്ണൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ നാടികളൊന്നും കിടക്കുകയില്ല. ഇതുപോലെ പക്ഷാഘാതം വന്ന മാതിരി. രണ്ടു ഭാഗവും പക്ഷാഘാതം വന്നു പോയാലൊന്ന് ചിന്തിച്ചു നോക്കി, എന്തായിരിക്കും അവസ്ഥ? നമ്മൾ എന്തോ കാണുകയൊക്കെ ചെയ്യും. അതേപോലെയുള്ളൊരവസ്ഥ. ആ അവസ്ഥയിലെത്തുമ്പോൾ പിന്നെ സീറോ ആയി. പിന്നെ മരണമില്ല, മരണത്തെ കണ്ടി മുമ്പിൽ ഇത് സംഭവിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചാൽ എന്നെ പ്രാപിക്കാം. അപ്പൊ എന്നെ പ്രാപിക്കണ്ടെങ്കിൽ എന്നില്ല ബ്രഹ്മത്തെ തന്നെ, ഞാൻ ബ്രഹ്മമാണ്, ഈ കാണുന്നതും ബ്രഹ്മമാണ്. പിന്നെ ഒരു ബ്രഹ്മം മറ്റേ ബ്രഹ്മത്തോടൊന്നും പറയേണ്ട കാര്യമില്ല, ഉപദേശമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്തിനാണ്? ഇനി 40 അദ്ദേഹത്തിന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഇനി ഭാര്യയെ പറ്റിയും കപിലൻ, അതായത് കപിലന്റെ അമ്മയെ പറ്റിയും പറയുകയാണ്. അല്ലെ അദ്ദേഹത്തിന്റെ ഭാര്യ, അല്ലെങ്കിൽ ദേവാഹൂതിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, എനിക്കൊരാൾ വേണം എന്നെ നയിക്കാൻ വേണ്ടിയിട്ട് എന്നാണല്ലോ പണ്ട് കപിലിനോട് പറഞ്ഞത്. അതല്ലേ മകനായിട്ട് വിഷ്ണു തന്നെ മകനായി ജനിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ട ഉപദേശവും എന്താണ് പറയുന്നത്? എല്ലാ കർമ്മങ്ങളുടെയും ഉന്മൂലനം ചെയ്യുന്ന, എല്ലാ കർമ്മങ്ങളെയും ഉന്മൂലനം ചെയ്യുന്ന ആത്മീയ സംബന്ധമായ ആ ജ്ഞാനത്തെ, ആത്മാവുമായി ബന്ധപ്പെട്ട ആ ജ്ഞാനത്തെ ഞാൻ മാതാവിന് കൊടുത്തുകൊള്ളാം. അതാ മാതാവിന് ഉപദേശിച്ചു കൊടുത്തുകൊള്ളാം. ഇതെല്ലാം വെറുതെ മിഥ്യയാണ്, ഈ ബന്ധങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല. അതിലൂടെ മാതാവ് സംസാര ഭയം തരണം ചെയ്ത് പരമാനന്ദം പ്രാപിക്കും. അവർക്ക് നല്ല സന്തോഷമായി മാറും. ആ ഉപദേശം ഞാൻ കൊടുത്തുകൊള്ളാം. എന്ത്? ഇതൊന്നും ഗ്രന്ഥങ്ങളൊന്നുമല്ല, ഇതെല്ലാം ഒരു കളിയാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. മനസ്സിൽ ഞാനെന്ന തോന്നലുള്ളത് കൊണ്ട് തോന്നിയാണ്. ആ ഞാനെന്ന് കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദൈവം തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, ആ ശക്തി തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അത് തള്ളിപ്പോകുന്ന വരി പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നിൻ്റെ അർത്ഥമില്ല. അതുകൊണ്ട് അമ്മക്ക് എന്തുണ്ടാവും? പരമാനന്ദം ലഭിക്കുകയും ചെയ്യും. പിന്നെ 41 മൈത്രേയൻ പറയുകയാണ്, കപിലൻ പറഞ്ഞത് കേട്ട് കർദമ പ്രജാപതി എന്ത് ചെയ്തു? അദ്ദേഹം അവനെ വലം വെച്ചു. മകനെ വലം വെക്കുകയാണ്. മകനല്ല, വിഷ്ണുവായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഇതെല്ലാം കേട്ടപ്പോൾ മകനെ വലം വെച്ചിട്ട് അതേ നേരെ വനത്തിലേക്ക് പോയി. വനത്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിട്ട് അങ്ങേർക്ക് ബോധ്യം വന്നു. ഇനി അങ്ങേരയിലേക്ക് അത് ആഗ്രഹിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഉറപ്പിച്ച് അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ആ മുനി അഹിംസാത്മക ലക്ഷണത്തോടെ മുനിവ്രതം അനുഷ്ഠിച്ചും ആത്മാവിനെ മാത്രം ശരണം പ്രാപിച്ചും ആത്മാവിൽ തന്നെ ഉള്ളിലുള്ള ആത്മാവിനെ തന്നെ ചിന്തിച്ചും അനാസക്തനായിട്ട് അഗ്നിഹോത്രാദികൾ ഉപേക്ഷിച്ച്, അഗ്നിഹോത്രാദികൾ എന്ന് പറഞ്ഞാൽ ഇനി പിന്നെ പാചകം ചെയ്യലും പരിപാടിയൊന്നുമില്ല, അഗ്നി ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല, അഗ്നിയുടെ ആവശ്യമില്ല.
പാചകം ചെയ്യുന്നതും പറ്റും. അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്ന വീടല്ലോ മേടിച്ച് പാചകമൊന്നും ചെയ്യാൻ പറ്റില്ല. വല്ലയിടത്തുനിന്നും കൈ നീട്ടിയിട്ട് കിട്ടുമെങ്കിലും വിശക്കുമ്പോൾ ഒന്ന് വാങ്ങി തിന്നുക, അല്ലെങ്കിൽ റോട്ടിൽ വല്ല മാങ്ങയാറ്റം വിട്ടിട്ടുണ്ടെങ്കിൽ എടുത്തോളുക. അനാസക്ത അഗ്നിഹോത്രങ്ങളെല്ലാം മേടിക്കല. കുക്ക് ചെയ്തിട്ടുള്ള പരിപാടിയൊന്നുമില്ല, സ്വവസതിയൊന്നുമില്ല. അത് പിന്നെ വീട് ഒന്നും കുടിയൊന്നും ഉണ്ടാകാൻ പാടില്ല. വീട് വിട്ട് പോകണം, എങ്കിലേ ഇതെല്ലാം നടക്കുള്ളൂ. സമാധി എന്നെല്ലാം പറയുന്നത് ഇതെല്ലാം ചെയ്താലേ നടക്കുള്ളൂ, അല്ലാതെ പരിപാടിയൊന്നും നടക്കില്ല. ഭൂമണ്ഡലത്തെ പര്യടനം ചെയ്യണം. അങ്ങനെ ഭൂമണ്ഡലത്തെ പര്യടനം ചെയ്യും. കാരണം ഇതെന്താണ്? ഇത് ബലമാണ്, മനുഷ്യനല്ല. അപ്പോൾ ആകാശത്തിൽ അങ്ങനെ പരിലസിച്ചു ആ ശക്തി. ആ ശക്തി പിന്നെ ഇല്ലാതാകുകയാണ്. അത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി, അതിൻ്റെ കർമ്മത്തിന് വേണ്ടിയുള്ള ഒരു ബലമാണ്. ആ ബലം ഇപ്പം പലതായിട്ട് മാറി. ഇനി 43, 44. 43, 44 അങ്ങനെയൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാണ്. കാര്യകാരണങ്ങളിൽ നിന്നും അകത്. പിന്നെ കാര്യമില്ല, കാരണവുമില്ല, എല്ലാം വിട്ട് ത്രിഗുണങ്ങൾക്ക് കാരണമായത് മായാഗുണങ്ങളിൽ നിന്ന് മുക്തമായി. ത്രിഗുണങ്ങൾക്ക് കാരണമായ മായാഗുണങ്ങളിൽ നിന്നെല്ലാം മുക്തമായിട്ട്, ഈ മായയിൽ നിന്നെല്ലാം മുക്തമായിട്ട് ഏകാന്തമായ ഭക്തിയിലൂടെ, പിന്നെ ഒറ്റയ്ക്കേ പാടുള്ളൂ, വേറെ ആരുമായിട്ട് കൂട്ടുകൂടാനും പാടില്ല, അങ്ങനെ നടന്നു പോകണം. ഏകാന്തമായ ഭക്തിയോടെ നേടേണ്ടതായ ബ്രഹ്മത്തെ നേടാൻ വേണ്ടിയിട്ടാണ് പിന്നെ മനസ്സിനെ ബ്രഹ്മത്തിൽ ചേർക്കുന്നു. മനസ്സിൽ പിന്നെ എന്തേ ഉള്ളൂ? ആ ബ്രഹ്മം എന്നൊരു ചിന്തയേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം ഉപേക്ഷിച്ചു. ദേഹാദികളിൽ പിന്നെ അഹബുദ്ധിയൊന്നുമില്ല, ഞാൻ എന്ന ചിന്തയൊന്നുമില്ല. അതെല്ലാം ഒഴിവാക്കി ദ്വന്ദ്വാതീയനായി ഏകമായ ബ്രഹ്മത്തെ സമദർശിയായി എല്ലാത്തിലും ഒന്നാ ബ്രഹ്മമായി കാണുന്നു. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാത്തിലും ബ്രഹ്മമായി കണ്ട് ഒടുവിൽ അലയൊഴിഞ്ഞ കടലെന്ന പോലെ, കടലിലെ തിര ഇല്ലാതാകുന്നത് പോലെ സ്വസ്ഥനായി ഭവിച്ചു. അവൻ കടല് തിരയൊടുങ്ങി അവനെ ശാന്തം, അതുമായി അവൻ ഭവിച്ചു. ഇനി 45, 46. ഇനി അവനുണ്ടായ അനുഭവം, അല്ലെങ്കിൽ എന്താണ് അവന് അനുഭവപ്പെട്ടത് എന്ന് പറയുകയാണ്. 45, 46. ജീവന്റെ ജീവനായിട്ടുള്ള, അതായത് ആ ബ്രഹ്മം, സർവസാക്ഷിയായിട്ടുള്ള ആ ബ്രഹ്മം അവിദ്യാകുന്ന കർമ്മമണ്ഡലത്തിൽ നിന്നും മുക്തനായി, അവിദ്യാകുന്ന കർമ്മമണ്ഡലം എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിൽ നിന്നും മുക്തനായി. ഇനി ഭൗതിക ലോകമായിട്ട് അവനോട് ബുദ്ധി, അവിദ്യ എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്നും മുക്തനായി സർവ ജീവജാലങ്ങളിലും വസിക്കുന്ന, എല്ലാ ജീവജാലങ്ങളിലും ഉള്ളതെന്താണ്? ആ ബ്രഹ്മമാണ്. അപ്പൊ എല്ലാത്തിലും ആ ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് സർവേശ്വരനായ തന്നിൽ, ആ ശക്തി തന്നെയാണ് ഞാനും സർവേശ്വരനാണ്, ഞാനും ബ്രഹ്മമാണ്, തന്നിൽ സമസ്ത ജീവജാലങ്ങളെയും സ്ഥിതി ചെയ്യുന്നതായി കണ്ടു. അപ്പൊ എന്നിൽ തന്നെ ഈ പ്രപഞ്ചമെല്ലാം ആയി കണ്ടു. അപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇനി എന്തേ ഉള്ളൂ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചമെല്ലാം ഞാൻ തന്നെയാണ്. അതായത് ആ ഉള്ളിലേക്ക് ഒതുങ്ങി അവന്റെ മനസ്സ് ശൂന്യമായി പോയി. ആ അവസ്ഥയിലാണ് എത്തുക. അപ്പോഴാണ് അവൻ ബ്രഹ്മത്തിൽ ലയിക്കുന്നത്. എൻ്റെ 47 രാഗദോഷമില്ലാതെ, പിന്നെ അവൻ അങ്ങനെ രാഗങ്ങൾ അങ്ങ് ഒരു ദോഷവും ഇല്ല, സർവരിലും സമഭാവനായിരിക്കുന്നവനായി. സർവരിൽ, ഈ പ്രപഞ്ചത്തിൽ എന്തല്ലോ അതെല്ലാം ബ്രഹ്മമേ ഉള്ളൂ. കർദമൻ ഭഗവത് സ്ഥിതി പ്രാപിച്ചു, ഒരു ഭഗവാന്റെ സ്ഥിതിയായിട്ട് മാറി. എല്ലാം ബ്രഹ്മമാണ്. ഭഗവാൻ അതാണ്, എല്ലാത്തിലും ബ്രഹ്മമാണ്. അതിന് വിവേചനമൊന്നുമില്ല, അതിന് ജാതി മതമൊന്നുമില്ല. ബ്രഹ്മത്തിന് ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി ഇങ്ങനത്തെ ചിന്താഗതി, ജാതിയും മതവും ഒന്നും അതിനില്ല. അതെല്ലാം അതിൽ നിന്നുണ്ടായതാണ്. എല്ലാം അത് തന്നെയാണ് എല്ലാത്തിനെയും കൊണ്ടുപോകുന്നത്. പിന്നെ അതിനെന്തിനാണ് പലതരത്തിൽ കാണേണ്ട ആവശ്യം? എല്ലാം അത് തന്നെയാണ് അത് എല്ലാത്തിനെയും തള്ളിക്കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിലും വ്യത്യാസം കാണും. അങ്ങനെയുള്ളതാണ് ശക്തിയാണ് ആ ഭഗവാൻ. അത് വേദങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഭാഗവതമേ പറയുന്നുള്ളൂ. വേറെ ഒരു ഗ്രന്ഥത്തിലും നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു മനസ്ഥിതിയായിട്ട് അവൻ മാറി. പിന്നെ അവനൊന്നിലും ഇടപെടില്ല. അവൻ്റെ ശരീരത്തെ എല്ലാം കളഞ്ഞ്, ശരീരം കൊണ്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ശരീരമില്ല, ശരീരം പോലെ ചവർന്ന്
ശരീരം വർക്ക് ചെയ്യാതെ ഒരു ചവറ് ഭാരം അതവിടെ കളഞ്ഞിട്ടങ്ങ് പോകും. അപ്പോൾ അതാണ് ബ്രഹ്മസാക്ഷാത്കാരം.